ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന് പിന്നാലെ ഇക്കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ വെച്ച് ഏറെ വിവാദമായ ഒരു വർഗീയ പരാമർശം നടത്തിയത്. മുസ്ലിങ്ങളെ പരോക്ഷമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ആ പരാമർശത്തിൽ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേയില്ല എന്നും മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും മോദി വിശദീകരിക്കുകയുണ്ടായി. കൂടുതൽ മക്കളുള്ളവരെന്ന് പറയുന്നത് മുസ്ലിങ്ങളാകുന്നത് എങ്ങനെയെന്നും പാവപ്പെട്ട കുടുംബങ്ങളെക്കുറിച്ച് കൂടിയായിരുന്നു തൻ്റെ പരാമർശമെന്നുമായിരുന്നു മോദിയുടെ അപ്പോഴത്തെ വിശദീകരണം. മാത്രവുമല്ല, മുസ്ലിങ്ങളുമായുള്ള തൻ്റെ സൗഹൃദത്തെക്കുറിച്ചും ഈദ് മുഹറം ആഘോഷങ്ങളിൽ താൻ സ്ഥിരമായി പങ്കെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ മോദി ഏറെ സമയമെടുത്ത് വിശദീകരിച്ചതോടെ ആ പരാമർശവും അതിൻ്റെ ഉള്ളടക്കവും വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ മോദി അന്ന് പറഞ്ഞതെന്താണ്? രാജസ്ഥാനിലെ ബൻസ്വാരയിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തിയ വിവാദ പരാമർശം ഇങ്ങനെയാണ്. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ രാജ്യത്തിൻ്റെ സ്വത്തുക്കളുടെ മുഴുവൻ അധികാരം മുസ്ലിങ്ങൾക്കായിരുന്നു. അവർ വീണ്ടും വന്നാൽ നമ്മുടെ സ്വത്തുക്കളെല്ലാം കുട്ടികളെ പെറ്റുകൂട്ടുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കും. ഇതായിരുന്നു മോദിയുടെ പ്രസംഗത്തിലെ വിവാദമായ ഭാഗം. അതിലാണ് യാതൊരു പ്രശ്നവുമില്ല എന്ന് മോദി ഇപ്പോൾ പറയുന്നത്. കൂടുതൽ മക്കളുള്ളവരും നുഴഞ്ഞു കയറ്റക്കാരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ മുസ്ലിങ്ങളാകുമെന്ന് ചോദിക്കുന്ന മോദി അതിന് തൊട്ടു മുൻപുള്ള വാക്യത്തെ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. കോൺഗ്രസ് മുസ്ലിങ്ങൾക്കാണ് പരിഗണന നൽകുന്നതെന്ന് പറഞ്ഞു തുടങ്ങുന്ന മോദി നേരെ നുഴഞ്ഞുകയറ്റക്കാരെന്നും പെറ്റുകൂട്ടുന്നവരെന്നും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആരെയാണ് എന്തിനാണ് ലക്ഷ്യം വെച്ചതെന്ന് മനസ്സിലാക്കാൻ വെറും കേവലയുക്തി മാത്രം മതി. കഴിഞ്ഞ ദിവസം പറഞ്ഞ മുസ്ലിം ബജറ്റ് പരാമർശം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയ ശേഷം കൂടിയായിരുന്നു മോദിയുടെ ഈ മറുപടി എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം തൊട്ട് ഭിന്നിപ്പിന് ശ്രമിച്ച മോദി അത് ഫലപ്രദമാകുന്നില്ലെന്ന് കണ്ടപ്പോൾ പതിയെ അടവു നയങ്ങൾ മാറ്റിച്ചവിട്ടുകയാണെന്നാണ് ഈ ഒടുവിലത്തെ അഭിമുഖത്തെ മുൻനിർത്തി നിരീക്ഷണങ്ങൾ ഉയരുന്നത്. പൊതുവെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് മോദി. എന്നാൽ ഇവിടെ മോദിക്ക് മാറ്റിപ്പറയേണ്ടി വന്നുവെന്നത് BJPയുടെയും മോദിയുടെയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ പാളിച്ചകൾ സംഭവിച്ചു എന്നതിൻ്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതോടെയും ഇന്ത്യ മുന്നണി കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ ശേഷവും കൂടിയായിരുന്നു മോദിയുടെ ഈ യു ടേൺ. അങ്ങനെയെങ്കിൽ മുന്നണിയുടെ ആ ഉന്മേഷത്തെയും പ്രധാനമന്ത്രി ഭയക്കുന്നുണ്ടാകണം. രാജ്യവിരുദ്ധരെന്ന് മുദ്രകുത്തി കേന്ദ്രം മകത്തിട്ട ഗൗതം നവലാക്കയും പ്രബീർ പുർക്കായസ്തയുമെല്ലാം പുറത്തിറങ്ങുമ്പോൾ നീതിപീഠത്തിൽ നിന്നും തിരിച്ചടികൾ BJPക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഗോദി മീഡിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാധ്യമങ്ങളിൽ പോലും സമീപ ദിവസങ്ങളിൽ പ്രതിപക്ഷ ശബ്ദങ്ങൾക്ക് ചെറിയ തോതിൽ ഇടം ലഭിച്ചു തുടങ്ങുന്നത് ഒരു ട്രെൻഡ് ചേഞ്ചിന്റെ സൂചനയായും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇവയെല്ലാം മുന്നിൽ കണ്ടുകൂടിയാവാം പ്രത്യക്ഷ വർഗീയതയിൽ നിന്ന് കളം മാറ്റിച്ചവിട്ടാൻ നരേന്ദ്രമോദിയും തീരുമാനിച്ചത്.